MGU 3A പെരിയാർ യൂണിറ്റ് 3ാം വാർഷികവും സുവനീർ പ്രകാശനവും കോതമംഗലത്ത് നടന്നു. കോതമംഗലം ടൗൺ ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു പ്രോഗ്രാം. മുനിസിപ്പൽ കൗൺസിലർ മിനി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഐശ്വര്യത്തോടെ പ്രായമാകാം, അർത്ഥവത്തായി ജീവിക്കാം എന്ന ആശയവുമായി പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ദി തേർഡ് ഏജ് MGU 3A പെരിയാർ യൂണിറ്റ് 3ാം വാർഷികം ആഘോഷിച്ചു. സുവനീർ പ്രകാശനവും ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ കോതമംഗലം ടൗൺ ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു പരിപാടികൾ. മുനിസിപ്പൽ കൗൺസിലർ മിനി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ വേളയിൽ വെറുതെ വീട്ടിൽ നിന്ന് സമയം കളയുന്നവരല്ല, സമൂഹത്തിന് വേണ്ടി നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്ന് നമ്മുടെ അധ്യക്ഷൻ ശ്രീ സാർ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇദ്ദേഹം പറഞ്ഞതിലൂടെയാണ് നമ്മുടെ സമൂഹത്തില് ഇപ്പോൾ ഒത്തിരി ഗുണങ്ങൾ ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾക്ക് ചെയ്യാനുണ്ട്. അവരവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ജോലിയിൽ നിന്ന് വിരമിച്ചവര് ഒത്തൊരുമിച്ച് കൂടുമ്പോൾ അവരുടെ പ്രാഗൽഭ്യം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും. അപ്പോ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ആവശ്യമാണ്. ഈ കൂട്ടായ്മകൾ ഓരോരോ പ്രവൃത്തികൾ സമൂഹത്തിൽ ചെയ്യാൻ ഗുണകരമാകും. ചീഫ് കോർഡിനേറ്റർ CV ജേക്കബ് അധ്യക്ഷത വഹിച്ചു. MGU 3A ജില്ലാ കോർഡിനേറ്റർ AM വർഗീസ് സുവനീർ പ്രകാശനവും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. CY സാറാമ, KM തങ്കമ്മ, സെലിൻ ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അംഗങ്ങളുടെ പുസ്തകങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിച്ചു. പക്ഷേ ഒറ്റപ്പെട്ടൊരു വീട്ടിൽ തന്നെ കഴിയുന്നതിനേക്കാൾ ഈ 10 പേര് അടുത്ത് ഒരുമിച്ച് കഴിയുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അടുപ്പവും സൗഹൃദവും ഒക്കെ വളരാനും, അവർക്ക് 10 പേർക്ക് ഒരു വണ്ടി മതിയല്ലോ, ഒരു കാറ് മതി. അവർക്ക് ആവശ്യമുള്ളപ്പോൾ പുറത്ത് പോകാനും ആശുപത്രി പോകാനും ഒക്കെ ഒരു കാറ് മതി. അവർക്ക് നോക്കാനൊരു ഡോക്ടർ തീരുമാനിച്ചാൽ ഡോക്ടറോട് വന്ന് ചികിത്സിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പോയി ചികിത്സിക്കാൻ ഒരു കാറ് മതി, ഒരു ഡ്രൈവർ മതി. ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം ഞാൻ പറഞ്ഞതാണ്. അതിലേക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ആശയം വെച്ചുകൊണ്ട് ഐശ്വര്യത്തോടെ പ്രായമാകാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, അർത്ഥവത്തായി ജീവിക്കാം. അല്ലാതെ പ്രായമാവാം, വീട്ടിലിരുന്ന് മറിഞ്ഞ് വയസ്സാവാം, അല്ലേ? ഒന്നും പോകില്ല, വീട്ടിൽ തന്നെ കൂടി എവിടെ പോകാനാ സാറേ? ഞാനെങ്ങും പോകില്ല, ഞാൻ എൻ്റെ വീട്ടിൽ കൂടി എപ്പോ മുതൽ 55 മുതൽ ഇപ്പൊ എന്നെ എടുക്കണേ ഇങ്ങനെ ഒന്നുമില്ല, ചുമ്മാ ഇരിക്കുക, അല്ലേ? അങ്ങനെ പറയേണ്ട കാലം ആവുമ്പോ ആയിക്കോട്ടെ. പറ്റുന്ന കാലത്ത് നമുക്ക് ജോലി ചെയ്യണമെന്നില്ല, നമുക്ക് ഈ തരത്തിലുള്ള സൗഹൃദം വളർത്തി ഐശ്വര്യത്തോടെ പ്രായമായി അർത്ഥവത്തായി ജീവിക്കാം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.